മൂലമറ്റം കൊലപാതക കേസിലെ പ്രധാന പ്രതി ഒടുവിൽ കീഴടങ്ങി. മൂലമറ്റം സ്വദേശി വിഷ്ണു ജയനാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഇതോടെ കേസിലെ പ്രധാന പ്രതികളെല്ലാം പോലീസിന്റെ പിടിയിലായി. ജെയിനസ് രാജുണ്ട് വിശദാംശങ്ങളുമായി. ജെയിൻ, പലരായി ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോഴും വിഷ്ണു ഒളിവിലാണ് എന്നുള്ള വിശദാംശങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയിൽ വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അയാൾ കീഴടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ കേസിൽ മറ്റെല്ലാ പ്രതികളും പോലീസിന്റെ വലയിലായിട്ടുണ്ട്. ഇനിയും ഒളിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ കീഴടങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾക്കായി പോലീസ് അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്, കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളാണ്. ഈ കൊലപാതകം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂലമറ്റം നഗരത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം വാഹനം നിർത്താതെ പോവുകയും അതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇയാൾ പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് ഇട്ട വാഹനം കണ്ടെത്തിയത് ഈ വിഷ്ണു വിജയന്റെ വീട്ടിൽ നിന്നാണ്. ആ വാഹനം പോലീസ് പിടിച്ചെടുത്തിരുന്നു. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാന പ്രതിയാണ് വിഷ്ണു വിജയൻ എന്ന് പറയുന്നത്. ഈ കേസിൽ രണ്ട് സ്ഥിരം കുറ്റവാളികളാണുള്ളത്. അതിൽ ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു, രണ്ടാമത്തെ ആൾ ഇയാളാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തതും അത് നടപ്പിലാക്കിയതും വിഷ്ണു വിജയനാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം ഈ കേസിൽ കൊല്ലപ്പെട്ടയാൾ ഒരു കുപ്രസിദ്ധ ഗുണ്ടയാണ്, സാജൻ സാമുവൽ എന്ന് പറയുന്നത്. അയാൾ സ്ഥിരം ഈ വിഷ്ണു വിജയൻ അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മദ്യത്തിനും മറ്റും ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിനായി കാരണം പറയുന്നത്. ഈ കൊലപാതകം നടക്കുന്നത് കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ്. അന്നേ ദിവസം ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിനിടയിൽ സാജൻ പുറത്തേക്ക് പോവുകയും പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളിൽ ഒരാളെ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ ഞാൻ കൊണ്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇവർ ലഹരി ഉപയോഗിക്കുകയും ഈ സാജനെ കൊലപ്പെടുത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു. അങ്ങനെയാണ് ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ സാജന്റെ മുതുകത്ത് ഒരു വലിയ കല്ലെടുത്തിടുകയും അതിനുശേഷം മരത്തടി കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷം ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാവരെയും തന്നെ പല ഘട്ടങ്ങളിലായി പോലീസ് പിടികൂടിയിരുന്നു. ആദ്യം ഈ കേസിൽ പിടിയിലായത് ഷാരോൺ ബെന്നി എന്ന് പറയുന്ന ആളാണ്. അതിനുശേഷം മറ്റ് 5 പേരെ ഒരുമിച്ച് വാഗമണിൽ ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വാഗമൺ പോലീസിന്റെ സഹായത്തോടു കൂടി പിടികൂടുന്നത്. ആ ഘട്ടത്തിലും വിഷ്ണു വിജയൻ എവിടെയാണെന്ന കൃത്യമായ വിവരം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ പിടികൂടപ്പെടും എന്ന അവസ്ഥ എത്തിയപ്പോഴാണ് വിഷ്ണു വിജയൻ ഇന്ന് കാഞ്ഞാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഹാജരായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനശ്വര. ശരി, ജെയിനസ് രാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കുപ്രസിദ്ധ ഗുണ്ട സാജു സാമുവലിനെ കൊലപ്പെടുത്തിയ കേസിൽ, മൂലമറ്റം കൊലപാതക കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളായി വിഷ്ണു ജയൻ കീഴടങ്ങിയെന്നുള്ള വാർത്തയാണ് ഇടുക്കിയിൽ നിന്നും വരുന്നത്.